താരനുള്ള ആളുകൾക്ക് താരന് വേണ്ടിയിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല. എണ്ണ തൂക്കുവോ ഷാമ്പു അപ്ലൈ ചെയ്യുവോ എന്ത് വെള്ളം ചെയ്തോ ഉപയോഗപ്പെടത്തില്ല. ഇടുമ്പോൾ ഒരു മെച്ചം കിട്ടും എന്നല്ലാതെ. മെയിൻ പ്രശ്നം കുടലിനകത്ത് ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ താരൻ പ്രശ്നങ്ങൾ, സെബോറിക് ഡെർമറ്റൈറ്റിസ് പ്രശ്നങ്ങൾ, ഈ താടിയിലൊക്കെ ഡാൻഡ്രഫ് ഡ്രൈ ആയിട്ട് വരുന്ന കണ്ടീഷൻസ്. സ്കിന്നിന് ഭൂരിഭാഗം പ്രശ്നങ്ങളും ഫംഗൽ ഇൻഫെക്ഷനാണ്. അത് പുറത്തല്ല, ഇൻറ്റസ്റ്റൈൻ കുടലിനാണ്. അതേപോലെ തന്നെ വിരയുടെ ശല്യമുള്ള ആളുകൾക്കും ഈ ഫംഗസ് ഗ്രോത്ത് കൂടും. അപ്പോൾ ഇപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നമുള്ളവർ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് വിരയുടെ മരുന്ന് എടുക്കണം. അത് ആയുർവേദ, ഹോമിയോ, ഇംഗ്ലീഷ് മരുന്ന് എങ്ങനെ വേണമെങ്കിലും എടുത്തു, പക്ഷേ അത് പ്രോപ്പറായിട്ട് എടുക്കണം. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ യാതൊരു യൂസും ഇല്ല. അതപ്പം അതിനൊരു മെച്ചം കിട്ടത്തില്ല. ആയുർവേദം 7 ദിവസത്തെ 10 ദിവസത്തെ അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഹോമിയോയുടെ അതേപോലെ അതിന് പ്രോപ്പറായിട്ട് അതെടുത്ത് പോകുക. സ്കിന്നിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വയറൊന്ന് ഇളകി പോകുന്നത് ഏറ്റവും നല്ലതാണ്. കുടലിനകത്തുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒന്ന് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്.